ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മൾ സോഴ്സ് ഓഫ് വാട്ടർ ക്വാളിറ്റി, സോഴ്സ് ഓഫ് വാട്ടർ നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആദ്യം എത്രത്തോളം അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലായാലേ അതിനനുസരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പലതരത്തിലുള്ള വാട്ടർ ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന പലതരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്, കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ഉണ്ട്, ബയോളജിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ഉണ്ട്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്. അതിൽ നമ്മൾ pH-നെ കുറിച്ചായിരുന്നു ഇനി ചർച്ച ചെയ്യാനുള്ളത്. അതിനു മുമ്പ് പല പല കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വെരി ഇമ്പോർട്ടൻറ്റ് അടുത്ത കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ് pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ pH? pH ഈസ് എ സ്കെയിൽ ഇൻഡിക്കേറ്റിംഗ്. എന്താണ്? ഒരു തരത്തിലൊരു സ്കെയിലാണ്. ഇൻഡിക്കേറ്റിംഗ്. എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെദർ ദ വാട്ടർ ഈസ് ആസിഡിക് ഓർ ബേസിക്. വെദർ നമുക്ക് കിട്ടിയ വാട്ടർ ഈസ് ആസിഡിക് ഓർ ബേസിക് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന, ആസിഡിക് ഓർ ബേസിക് ആണോ നമ്മളുടെ വെള്ളം, ഓക്കെ, ആൽക്കലൈൻ ആണോ അസിഡിക് ആണോ എന്ന് പറയുന്നത് ഒരു സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? pH എന്ന് പറയുന്നത്. നമുക്കറിയാം, 4ാം ക്ലാസ്സും ഗുസ്തിയാണ്. pH ലെസ് ദാൻ 7 ഉണ്ടാവാം ചില സൈസിൽ, pH ഗ്രേറ്റർ ദാൻ 7 ഉണ്ടാവാം ചില സിറ്റുവേഷനിൽ, pH ഈക്വൽ ടു 7 ഉണ്ടാവാം ചില സിറ്റുവേഷനിൽ. ഇഫ് pH ഈസ് ലെസ് ദാൻ 7, അറിയാം the water is considered as acidic. Yes, water is considered as എന്താണ്? acidic in nature. acidic in nature ആണ്. And if pH is greater than 7, then the water is considered as alkaline in nature ആണ്. If pH is equal to 7 ആണെങ്കിൽ അത് acidic അല്ല, അത് ആൽക്കലൈൻ അല്ല, ഇറ്റ് ഈസ് ന്യൂട്രൽ ഇൻ നേച്ചർ ആണ്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന പരിപാടിയാണ്. സോ ഒരു ഡെഫിനിഷൻ എന്താണ് pH-ന്റെ? ഇറ്റ് ഈസ് എ സ്കെയിൽ ഇൻഡിക്കേറ്റിംഗ് വെദർ ദ വാട്ടർ ഈസ് ആസിഡിക് ഓർ ബേസിക്. വെദർ ദ വാട്ടർ ഈസ് ആസിഡിക് ഓർ ബേസിക്. രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കിയേ, pH-ന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് pH ആണ്. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ, മാത്തമാറ്റിക്കലി pH ഈസ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺസ് ആണ്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺസ് ആണ്. ആൻഡ് നമുക്കറിയാം, ഇങ്ങനെ ഒരു സാധനം എഴുതിയാൽ, കെമിസ്ട്രിയിൽ ഇങ്ങനെ ഒരു ബോക്സ് ഇട്ട് ഇങ്ങനെ ഒരു സാധനം എഴുതിയാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അതെന്താ പറയുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എന്നാണ് പറയുന്നത് അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് എക്സ്, ഏതോ ഒരു ക്വാണ്ടിറ്റിയുടെ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ബോക്സിൽ എക്സ് എഴുതി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബോക്സിൽ എന്ത് എഴുതിയിട്ടുണ്ട്? H പ്ലസ് എഴുതിയിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഏതാണ്? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയോൺസിന്റെ പേര് പറയാവോ? H പ്ലസിന്റെ പേര് പറഞ്ഞേ. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹൈഡ്രോണിയം അയോൺസ്. ഹൈഡ്രോണിയം എന്നാണ്, ഹൈഡ്രോണിയം അയോൺസ് എന്നറിയപ്പെടുന്നു H പ്ലസ് അയോൺസ് എന്നുള്ളത്. ആൻഡ് നോക്കിയേ, കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കിലോ അല്ലെങ്കിൽ ഇത്ര എന്താണ് ഗ്രാം എന്നൊക്കെ ഒരു യൂണിറ്റ് ഉണ്ടാവില്ലേ? സോ വാട്ട് ഈസ് എ യൂണിറ്റ് അറ്റ് വിച്ച് ദിസ് pH-ല് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? പറയൂ. ഇറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ദ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ. മോൾസ് പെർ ലിറ്ററിൽ തന്നെ എക്സ്പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. pH മാത്തമാറ്റിക്കലി നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് ആണ്. H പ്ലസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺസ്. ബ്രാക്കറ്റ് ഉള്ളത്, ബോക്സ് ഉള്ളതുകൊണ്ട് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺസ്. അപ്പൊ അതിന് യൂണിറ്റ് വേണ്ടേ? യൂണിറ്റ് എത്രയാണ്? മോൾസ് പെർ ലിറ്റർ ആണ്. മോൾസ് പെർ ലിറ്റർ ആണ്. നിർബന്ധമാണ്. കിലോ മോൾ അല്ല, മില്ലി മോൾ അല്ല, വെറും മോൾസ് പെർ ലിറ്റർ. ശ്രദ്ധിക്കുക, മിക്കവാറും ആളുകൾ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഇവിടെ ഈ പറയുന്ന ലോഗരിതമിക് ഓപ്പറേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മാത്തമാറ്റിക്സ് ആയിട്ടുള്ള പഴയ മാത്തമാറ്റിക്സിലെ ലോഗ് പരിപാടി ഉണ്ടല്ലോ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള ന്യൂമറിക്കൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കിയേ, y ഈസ് ഈക്വൽ ടു a റേസ് ടു b ആന്ന് വെച്ചോ. y ഈസ് ഈക്വൽ ടു a റേസ് ടു b ആണെങ്കിൽ ലോഗ് y ഈസ് ഈക്വൽ ടു എന്താ വരിക? നിങ്ങൾ ലോഗ് അപ്ലൈ ചെയ്താൽ എന്താ അതിൽ മാറ്റം വരിക? ഏതാണോ റേസ് ടു ആയിട്ട് കിടക്കുന്നത് താഴോട്ട് ഇറങ്ങി വരും. അതായത് b log a ആയി മാറും. y ഈസ് ഈക്വൽ ടു a റേസ് ടു b ആണെങ്കിൽ ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് y ഈസ് ഈക്വൽ ടു b ഇറങ്ങി വരും താഴോട്ട്, ലോഗ് a ആയി മാറും. ഇതാണ് ഒരു ഓപ്പറേഷൻ. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു രീതി. നോക്കിയേ, y ഈസ് ഈക്വൽ ടു 10 റേസ് ടു b ആണെങ്കിലോ, 10 റേസ് ടു b ആണെങ്കിൽ ലോഗ് y അപ്ലൈ ചെയ്താൽ എന്താ വരിക? ലോഗ് y ഈസ് ഈക്വൽ ടു b താഴോട്ട് ഇറങ്ങി വരും. എന്താ വരിക? ലോഗ് 10 എന്ന് വരും. പറയൂ.
ഇത് ലോഗരിതമിക് ആണ്. ടു ദ ബേസ് ഏതാണ് നമുക്കറിയാം, ടു ദ ബേസ് 10 ആണ്. ആൻഡ് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലോഗ് 10 ടു ദ ബേസ് 10. ഇവിടെയും ബേസ് 10 ആണ്. ബേസ് എത്രയാണ് ലോഗിന്റെ അറിയാം അല്ലെ. നാച്ചുറൽ ലോഗരിതം ആണെങ്കിൽ ഇ ആണ്, ഈ ടൈപ്പ് ലോഗരിതം ആണെങ്കിൽ 10 ആണ് ബേസ്. ആൻഡ് ലോഗ് 10 ടു ദ ബേസ് 10 എത്രയാ വാല്യൂ വരുന്നത്? 1 ആണ് വാല്യൂ. അതായത് ഈ ഒരു അവസരത്തിൽ ലോഗ് y ഈസ് ഈക്വൽ ടു എത്ര എഴുതാൻ പറ്റും? ലോഗ് y ഈസ് ഈക്വൽ ടു b ആണ്. ലോഗ് y ഈസ് ഈക്വൽ ടു b എന്ന് എഴുതാം. കാരണം ലോഗ് 10 ടു ദ ബേസ് 10 എത്രയാണ്? 1 ആണ്. പഴയ മാത്സ് ആണ്, ഓർമ്മിപ്പിക്കലാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. അതായത് നിങ്ങൾ y ഈസ് ഈക്വൽ ടു 10 റേസ് ടു b എന്ന് എഴുതിയാലും എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും. ലോഗ് y ഈസ് ഈക്വൽ ടു b ഓർ ലോഗ് y ഈസ് ഈക്വൽ ടു b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 10 റേസ് ടു b ആവണം. പറഞ്ഞാൽ മനസ്സിലായോ? y-നെ 10 റേസ് ടു b എന്ന് എഴുതാൻ പറ്റും. അതിനെ മാറ്റി എങ്ങനെ എഴുതാം? ലോഗ് y b എന്ന് എഴുതാൻ പറ്റും. ലോഗ് y-നെ b എന്ന് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു എങ്ങനെ പറയാം? y ഈസ് ഈക്വൽ ടു 10 റേസ് ടു b എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, എക്സാമ്പിൾ ഗിവൺ y ഈസ് ഈക്വൽ ടു സോറി ഫോർ എക്സാമ്പിൾ നോക്കിയേ, വേറെ എക്സാമ്പിൾ നോക്കിയേ. ലോഗ് y ഈസ് ഈക്വൽ ടു 8 ആണ്. ലോഗ് y ഈസ് ഈക്വൽ ടു 8 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം y ഈസ് ഈക്വൽ ടു എന്താണ്? 10 റേസ് ടു 8 ആണ്. അതായത് ലോഗ് ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ ഈ ഈക്വൽ ആയിട്ട് കിടക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലെ സാധനം 10ന്റെ മുകളിൽ പോകും. y it is 10 കാരണം ലോഗ് 10 ടു ദ ബേസ് 10 എന്താണ്? 1 ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ലോഗ് y ഈസ് ഈക്വൽ ടു മൈനസ് 6.4 ആണ്. ലോഗ് y ഈസ് ഈക്വൽ ടു 8 ആയപ്പോൾ y ഈസ് ഈക്വൽ ടു 10 റേസ് ടു ന്റെ മുകളിലായി 8, 10ന്റെ മുകളിലായി 8. അങ്ങനെയാണെങ്കിൽ ലോഗ് y ഈസ് ഈക്വൽ ടു മൈനസ് 6.4 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്താവും? 10 റേസ് ടു മൈനസ് 6.4 ആവും അല്ലെ. 10 റേസ് ടു മൈനസ് 6.4 ആവും സ്വാഭാവികമായിട്ടും. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? നൗ ഇത്രയും ബേസിക് ഓപ്പറേഷനുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? PH-ൽ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ PH-ലെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. ലോഗ് y മൈനസ് 6.4 ആയാൽ y ഈസ് ഈക്വൽ എന്താവും? 10 റേസ് ടു മൈനസ് 6.4 ആകും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നോക്കിയേ, ഗിവൺ ഇതിനെ PH ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഗിവൺ PH ഈസ് ഈക്വൽ ടു എത്രയാണ്? ഒരു 5 ആണെന്ന് പറയാം. PH എത്രയാണ്? 5 ആണ്. എന്താണ് PH എന്ന് പറഞ്ഞാൽ? PH ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് കോൺസെൻട്രേഷൻ ആണ്. അത് ഇപ്പൊ എത്ര തന്നിട്ടുണ്ട്? 5 എന്ന് തന്നിട്ടുണ്ട്. നോക്കിയ സ്റ്റെപ്സ് നോക്കിയാൽ മതി. അപ്പൊ ഈ സൈഡിലുള്ള ഈ നെഗറ്റീവ് എന്താവും? ഈ സൈഡിലുള്ള ഈ നെഗറ്റീവ് അപ്പുറത്ത് പോകൂലേ? സോ അങ്ങനെ എഴുതാം. ഓരോ സ്റ്റെപ്പ് എഴുതാണ്, ശ്രദ്ധിക്കുക. ലോഗ് H പ്ലസ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു -5 എന്നായി. ഓക്കെ, സോ ഇത് ഏത് ഫോർമാറ്റിലാണ്? നോക്കിയാൽ ലോഗ് y ഈസ് ഈക്വൽ ടു എന്താണ്? -5 എന്നല്ലേ. അപ്പൊ എന്താ ആവുക? അത് നിങ്ങൾക്ക് ലോഗ് y ഈസ് ഈക്വൽ ടു മൈനസ് 6.4 ആയപ്പോൾ y-നെ നിങ്ങൾക്ക് 10 റേസ് ടു മൈനസ് 6.4 എന്ന് എഴുതിയതുപോലെ ലോഗ് H പ്ലസ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു -5 ആണ്. അതുകൊണ്ട് H പ്ലസ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈസ് ഈക്വൽ ടു 10 റേസ് ടു -5 ആണ് വരിക അല്ലേ. ആൻഡ് ഇതിന് യൂണിറ്റ് ഉണ്ടാവില്ലേ? എന്താ യൂണിറ്റ്? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഈസ് നൗ 10 റേസ് ടു -5 ആണ്. നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഈസ് മോൾസ് പെർ ലിറ്റർ. ഓക്കെ അല്ലേ? യൂണിറ്റ് ഈസ് മോൾസ് പെർ ലിറ്റർ ആണ്. വ്യക്തമല്ലേ? ഈസ് ആർ ഓക്കെ? ഈ പരിപാടി നമുക്ക് ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഉറപ്പാണ് നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. യെസ്, സോ ശ്രദ്ധിക്കാം. യെസ്, നോക്കി, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. എ വേസ്റ്റ് വാട്ടർ സാമ്പിൾ കണ്ടെയ്ൻസ് എത്രയാണ്? 10 റേസ് ടു -5.6 മോൾ അല്ല എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ദാറ്റ് ഈസ് 10 റേസ് ടു -5.6 മില്ലി മോൾ പെർ ലിറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഫ് OH മൈനസ് അയോൺ. വാട്ട് ഈസ് ദ PH എന്നാണ് ചോദ്യം. അതായത് തന്നിരിക്കുന്നത് എന്താണ്? OH മൈനസ് ആണ്. ചോദിക്കുന്നത് എന്താണ്? PH ആണ്. അതിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കിയേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ തിയറിയാണ്. എന്തായിരുന്നു PH എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? PH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് കോൺസെൻട്രേഷൻ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് POH എഴുതാൻ പറ്റൂലേ? POH എഴുതാൻ പറ്റൂലേ? എന്താണ് POH? POH ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ലോഗരിതം ഓഫ് എന്തായിരിക്കും? OH മൈനസ് അയോൺ ആയിരിക്കും. നെഗറ്റീവ് ലോഗരിതം ഓഫ് OH മൈനസ് അയോൺ ആയിരിക്കും. ആൻഡ് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന പരിപാടി
പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസിക്കൾ എത്രയാണ് 14 പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസിക്കൾ എത്രയാണ് വരിക 14 എന്ന് പറയുന്ന ഡിഫോൾട്ട് വാല്യൂ കൂടി അറിഞ്ഞിരിക്കുക. ഞാൻ ആവർത്തിക്കുന്നു. പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ സ്കെയിൽ ഇൻഡിക്കേറ്റിംഗ് വെദർ ദ വാട്ടർ ഈസ് അസിഡിക് ഓർ നോട്ട്, അസിഡിക് ഓർ ആൽക്കലൈൻ. രണ്ട്, മാത്തമാറ്റിക്കലി പി എച്ച് ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ അല്ലെ? എച്ച് പ്ലസ് കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്തായിരിക്കണം? യെസ്, മോൾസ് പെർ ലിറ്റർ ആയിരിക്കണം. പി എച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് എന്ന് എഴുതാമെങ്കിൽ നിങ്ങൾക്ക് പി ഒ എച്ചിന് എന്ത് എഴുതാം? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഒ എച്ച് മൈനസ്. ആൻഡ് ഒ എച്ച് മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് എ ഹൈഡ്രോക്സിൽ ഓർ എന്താണ്? ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്. ഹൈഡ്രോക്സിൽ ഓർ എന്താണ്? ഹൈഡ്രോക്സൈഡ് അയോൺ. ആൻഡ് എപ്പോഴും പി എച്ച് പ്ലസ് പി ഒ എച്ച് എത്രയാണ്? 14 ആണ്. പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസിക്കൾ എത്രയാണ്? 14 ആണ് വരിക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യാം നമുക്ക്. നോക്കിയേ, എന്താ തന്നിരിക്കുന്നവര്? യെസ്, ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ. സോ സൊല്യൂഷൻ നോക്കിയേ, സൊല്യൂഷൻ നോക്കൂ. വളരെ സിമ്പിൾ ആണ്, തെറ്റിക്കരുത്. ഇവിടെ യൂണിറ്റുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ ഈക്വൽ എത്രയാണ്? 10⁻5.6 മില്ലി മോൾ പെർ ലിറ്റർ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് ഏതേ ഉള്ളൂ? മോൾ പെർ ലിറ്റർ ആണ്. ഇത് മില്ലി മോൾ ആണ്, അതുകൊണ്ട് മാറ്റി എഴുതുന്നു. ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ 10⁻5.6 മില്ലിനെ മാറ്റണ്ടേ? ഇൻറ്റു എന്താണ്? 10⁻³ ആയി മാറും. ഇപ്പോൾ അതെന്തായി മാറി? മോൾസ് പെർ ലിറ്റർ ആയി മാറി. അതുകൊണ്ട് എഴുതാം, ദിസ് ഈസ് 10⁻8.6. ഇപ്പൊ കറക്റ്റായി ഏത് സ്റ്റാൻഡേർഡ് യൂണിറ്റിലായി? മോൾസ് പെർ ലിറ്റർ ആയി. തന്നിരുന്നത് മില്ലി മോൾസ് പെർ ലിറ്ററിലാണ്. 1 മില്ലി ഈസിക്കൾ എത്ര മോളാണ്? 10⁻⁻. എടോ, 1 മില്ലിമീറ്റർ ഈസിക്കൾ എത്ര മീറ്റർ ആണ്? 1 മില്ലിമീറ്റർ ഈസിക്കൾ എത്ര മീറ്റർ ആണ്? 10⁻³ മീറ്റർ ആണ് അല്ലെ? എന്ന് പറയുന്നത് പോലെ 1 മില്ലി മോൾ ഈസിക്കൾ എത്രയാണ്? 10⁻³ മോൾസ് പെർ ലിറ്റർ ആണ്. ഓക്കെ, സിമ്പിൾ. 4ാം ക്ലാസ്സും കുസ്തിയും യൂണിറ്റ് ഒക്കെ നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നോക്കിയേ, അത് therefore POH എന്തായിരിക്കും? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് POH that is nothing but negative logarithm of OH minus എന്നല്ലേ എഴുതേണ്ടത്? അതെ. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് 10⁻8.6 എന്നാണ് വരിക. ആൻഡ് ഇതെന്താ സംഭവിക്കുക? ലോഗിന്റെ 10ന്റെ മുകളിലെ -8.6 താഴെ ഇറങ്ങി വരും. ദാറ്റ് ഈസ് POH is equal to എന്താ വരിക? യെസ്, മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. താഴോട്ട് എന്താ ഇറങ്ങി വന്നു? -8.6 ഇറങ്ങി വന്നു. ലോഗ് വാല്യൂ എന്തായി മാറി? 10 ആയി മാറി, വിച്ച് ഇസ് ഈക്വൽ ടു ദ ബേസ് 10 ആണ്. ദാറ്റ് വാല്യൂ ഈസ് 1 ആണ്. സോ POH is equal to എന്താ വരിക? യെസ്, മൈനസ് എന്തായി മാറി? 8.6 ആയി മാറി. POH കിട്ടിയിട്ടുള്ളൂ. അവർ ചോദിച്ചത് എന്താണ്? PH ആണ്. PH പ്ലസ് POH is equal to നമുക്കറിയാം എത്രയാണ്? 14 ആണ്. Therefore PH will be equal എന്തായിരിക്കും? 14 മൈനസ് POH ആയിരിക്കും. So that will be equal to 14 minus 8.6. That will be equal to 5.4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? 5.4 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്തുകയാണ്. നോക്കിയേ, ഇത് മിക്കവാറും ആൾക്കാർ തെറ്റിക്കാറുണ്ട്. യെസ്, ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി. 8.6 ആണെങ്കിൽ 5.4 ആണ് വരിക. ക്ലിയർ അല്ലേ? നോക്കിയേ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്? PH എന്ന കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്. ന്യൂമറിക്കൽ തീർച്ചയായിട്ടും വരും നമ്മുടെ എക്സാമിന്. അറിഞ്ഞിരിക്കുക, മാത്തമാറ്റിക്കലി PH ഈസ് മൈനസ് ലോഗരിതം ഓഫ് H പ്ലസ് കോൺസെൻട്രേഷൻ ആണ്. മൈനസ് ഇടാൻ വിട്ടുപോകരുത്. ലോഗരിതമിക് ഓപ്പറേഷൻസ് മറന്നു പോകരുത്. ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. മോൾസ് പെർ ലിറ്റർ ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അല്ലാത്ത രീതിയിൽ എന്ത് യൂണിറ്റ് തന്നാലും അതിനെ മോൾസ് പെർ ലിറ്ററിലേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ മില്ലി മോൾസ് പെർ ലിറ്റർ ആണ് തന്നിരുന്നത്. അതിനെ നമ്മൾ എങ്ങനെ മാറ്റി? മോൾസ് പെർ ലിറ്ററിലേക്ക് മാറ്റി ഇൻറ്റു 10⁻³ ചെയ്തിട്ട്. ഓക്കെ അല്ലേ? ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.